ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രചാരണായുധമാക്കാൻ ബി.ജെ.പി. ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് ഉൾപ്പെടെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. അടുത്ത മാസം 30-ന് അയോധ്യയിൽ പ്രധാനമന്ത്രി മഹാറാലി നടത്തും. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ പ്രചരിപ്പിക്കാനും ബി.ജെ.പി. തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം സജീവ ചർച്ചയാക്കി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണമാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അടുത്ത മാസം 22-ലെ പ്രതിഷ്ഠാ ദിനത്തിന് അടക്കം പരമാവധി പ്രചാരം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലത്തെ ബി.ജെ.പി. നേതൃയോഗത്തിൽ നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിൽ പരമാവധി പ്രചാരം നടത്തും. പ്രതിഷ്ഠാ ദിനം ലൈവായി സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കും. അടുത്ത മാസം 15 മുതൽ നടക്കുന്ന പ്രചാരണ റാലികളിൽ മോദി പങ്കെടുക്കും. ഡിസംബർ 30-ന് നരേന്ദ്രമോദിയുടെ വൻ റോഡ് ഷോയും പൊതുറാലിയുമാണ് അയോധ്യയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇടതു പാർട്ടികളും സ്വീകരിച്ച നിലപാടുകൾ ലഘുലഗയുടെ ബി.ജെ.പി. തുറന്നുകാട്ടും. പോഷക സംഘടനകൾ അടക്കം യോഗങ്ങൾ സംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ വൻ വിജയമാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. 50% അധികം വോട്ട് വീതം സ്വന്തമാക്കി ഓരോ മണ്ഡലത്തിലും വിജയം നേടുന്നതിനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കി. മോദി സർക്കാർ യുവാക്കൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കുമായി നടപ്പാക്കിയ ജനക്ഷേമ വികസന പദ്ധതികൾ സംബന്ധിച്ച രാജ്യവ്യാപക പ്രചാരണം നടത്തും. PM വിശ്വകർമ്മ യോജനയടക്കം എടുത്തുകാട്ടി നടത്തുന്ന പ്രചാരണത്തിലൂടെ സാധാരണക്കാരുടെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി. വിലയിരുത്തൽ. റിപ്പോർട്ടർ, ദില്ലി.